നമസ്കാരം. ഗ്രാമി ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി MLAയും ജില്ലാ കളക്ടറും കയ്പമംഗലം എസംപുരം പഞ്ചായത്തുകൾ സന്ദർശിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടത്തി. നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ സ്കൂൾ ജീവനക്കാരിയായ ദമയന്തിക്കായുള്ള വീട് നിർമ്മാണം അവസാനഘട്ടത്തിൽ. വാർത്തകളിലേക്ക് വിശദമായി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം എസംപുരം പഞ്ചായത്തുകളിൽ നേരിടുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ET ടൈസൺ MLAയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അഞ്ചാമ്പരത്തി മുതൽ കോതപറമ്പ് വരെ ആഴം കൂടിയ സ്ഥലങ്ങളിൽ മണ്ണിട്ട് നികത്തി പൈപ്പ് സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾ ഒരു ദിവസത്തിനകം മണ്ണിട്ടു മൂടുമെന്നും ദേശീയപാത അധികൃതർ ഉറപ്പു നൽകി. പൈപ്പിടൽ തീർന്നാൽ ഉടനടി പൈപ്പ് ലൈൻ ചാർജ് ചെയ്യുമെന്ന് കേരള വാട്ടർ അതോറിറ്റി അധികൃതരും അറിയിച്ചു. വാസുദേവ വിലാസം വളവിലുള്ള ദേശീയപാത യാർഡ് 2025 ഏപ്രിൽ 15-നകം നീക്കം ചെയ്ത് ഡ്രെയിൻ നിർമ്മിച്ച് പൈപ്പ് സ്ഥാപിക്കാനുള്ള സൗകര്യം ഒരുക്കാമെന്നും ദേശീയപാത പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. കയ്പമംഗലം കാളമുറിയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ 300 മീറ്റർ നീളത്തിൽ തകർന്ന പൈപ്പുകൾ 2025 ഏപ്രിൽ 5-നകം പുതുതായി സ്ഥാപിക്കും. 200 mm HDPE പൈപ്പുമായി ഇന്റർകണക്ട് ചെയ്ത് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു നൽകാമെന്നും ദേശീയപാത അധികൃതർ ഉറപ്പു നൽകി. ഇതിന്റെ പുരോഗതി വിലയിരുത്തി റിപ്പോർട്ട് നൽകുന്നതിനായി ഡെപ്യൂട്ടി കളക്ടറെ ചുമതലപ്പെടുത്തി. എസൻപുരം കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റു ജനപ്രതിനിധികളും കേരള വാട്ടർ അതോറിറ്റി അധികൃതരും സന്ദർശനത്തിന് ജില്ലാ കളക്ടറോടൊപ്പമുണ്ടായിരുന്നു. വലപ്പാട് ചന്തപ്പടിയിലെ സയൻ ഫോക്കസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. കുട്ടികളുടെ സ്വഭാവ പഠന പ്രശ്നങ്ങളിൽ രക്ഷിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിലാണ് ബോധവൽക്കരണ ക്ലാസ്. ഏങ്ങൂർ ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര ഹാളിൽ ബുധനാഴ്ച രാവിലെ 10 മുതൽ 2 മണി വരെയാണ് ക്ലാസ് നടക്കുന്നത്. ബോധവൽക്കരണ ക്ലാസ് സൈക്കോളജിസ്റ്റുകളായ രാജേഷ് MDയും രതി മേച്ചേരിയും നയിക്കും. അന്നേ ദിവസം കുട്ടികളുടെ പഠന വൈകല്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സൗജന്യ വിലയിരുത്തലും ഉണ്ടാകും. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തൃശൂർ ഫിനിക്സ് ക്ലബിൽ വെച്ചു നടന്ന ടൂർണമെന്റ് T ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. A രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബിജോയ് ആലപ്പാട്, മിക്കി നടക്കാലൻ എന്നിവർ സംസാരിച്ചു. 45 വയസ്സിന് താഴെ, 45 വയസ്സിന് മുകളിൽ എന്നീ 2 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ എടമുട്ടം ലയൺസ് ക്ലബ് അംഗങ്ങളായ സച്ചിൻ, ബിജു മോഹൻ ബാബു എന്നിവർ വിജയികളായി. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ബിജു മോഹൻ ബാബുവിനെ തിരഞ്ഞെടുത്തു. കാഞ്ഞാണി കുടുംബശ്രീ രുധിരമാല അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കലാസന്ധ്യ നടത്തി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. തോറ്റമ്പാട്ടിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ. ചടങ്ങുകൾ നടക്കുന്നു. അതിനോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം മത, ധർമ്മം ചര. സത്യം പറയണം, ധർമ്മം ആചരിക്കണം. മനുഷ്യൻ ആചരിക്കേണ്ട 4 ധർമ്മങ്ങളാണ്: സത്യം, ദയ, ദാനം, തപസ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. മാതാവിനെയും പിതാവിനെയും ഈശ്വരനെ പോലെ ഉപാസന ചെയ്യണം. ആചാര്യന്മാരെ വന്ദിക്കണം, ഗുരുക്കന്മാരെ വന്ദിക്കണം, അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കണം. അതിഥികളെ സ്നേഹപൂർവ്വം, വീട്ടിൽ വരുന്ന അതിഥികളെ സ്നേഹപൂർവ്വം നമ്മൾ നല്ല ആഹാരങ്ങൾ കൊടുത്ത് അവർ സന്തോഷിപ്പിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഭാരതീയ ധർമ്മങ്ങൾ പറയുന്നത്. ചലച്ചിത്രതാരം നിധ രാധ മുഖ്യാതിഥിയായിരുന്നു. ശ്രീ നമ്പിയങ്കാവ് ക്ഷേത്ര മഹാത്മ്യം എന്ന കൃതിയുടെ രചയിതാവ് സുരേഷ് മാപ്രാണത്തിന് പ്രഥമ കാഞ്ഞാണി രവീന്ദ്രൻ സ്മാരക പുരസ്കാരം നൽകി ആദരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി ബിബിൻ മാങ്ങാട്ടുകര, പ്രസിഡന്റ് സുഭാഷ് മാപ്രാണം, ട്രഷറർ ഷജി മാങ്ങാട്ടുകര,
രക്ഷാധികാരി വേണു, ഡെന്നി, സുരേഷ് മാപ്രാണം, വിജിൽ, പ്രണവ്, മനോജ് കുന്നത്തങ്ങാടി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃത്തല്ലൂർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെയും തൃശൂർ വെസ്റ്റ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർമാരായ ബിജു ജോസഫ്, PU ജോർജ്, KE ബോവസ്, ജോൺ പുലിക്കോട്ടിൽ, PP ജേക്കബ്, പോൾ ശശിധരൻ, T സാം, PM ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം എന്നൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ മൂന്നാം ലോക മഹായുദ്ധം ഒരു യുദ്ധത്തെ നേരിടുന്നത് പോലെ നേരിടേണ്ട ഒന്നായി മാറിയിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള ഈ ബോധവൽക്കരണവും ഇടപെടലും അതിനെതിരെയുള്ള നിലപാടുകളും നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ചെറിയ തുരുത്താണ്, ഒരു പച്ചത്തുരുത്തെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു മുണ്ടെടുക്കുമ്പോൾ മുണ്ടിന് കര പോലെ മാത്രമുള്ള ഒരു സ്ഥലമാണ് കേരളം. ഇന്ന് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ വിളിക്കുന്ന കേരളം ഇന്ന് ശൈത്താൻ്റെ നാടായി മാറുന്നത് പോലെ തോന്നുകയാണ്. എല്ലാ ദിവസവും പത്രങ്ങളിലും ടെലിവിഷനിലും സമൂഹ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനെ മകൻ കൊന്നു, അമ്മയെ മകൻ കൊന്നു, കുടുംബത്തെ ഒരു മകൻ കൊന്നു, അയൽവാസികളെ കൊന്നു, സ്വന്തം കുടുംബത്തിലെ മാതാപിതാക്കളെയും രക്തത്തിൽ സ്വന്തം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പിറന്ന സഹോദരങ്ങളെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത രീതിയിൽ മയക്കുമരുന്നിൻ്റെ ക്രൂരമായ അടിമകളായി നമ്മുടെ സമൂഹം മാറുകയാണ്. മണലൂർ മണ്ഡലം 12-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും കലാകായിക രംഗത്തുള്ള പ്രതിഭകളെയും ആദരിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ജോയ്സൺ നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KK ബാബു, VG അശോകൻ, KB ജയറാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MB അരുൺ എന്നിവർ സംസാരിച്ചു. ഗാന്ധി, കർമ്മവും കാലവും എന്ന വിഷയത്തെക്കുറിച്ച് നെഹ്റു സെന്റർ ഫോറം സോഷ്യൽ റിസർച്ച് ചെയർമാൻ PL ജോമി പ്രഭാഷണം നടത്തി. KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, ജോജു നെല്ലിശ്ശേരി, CB വിമൽ, ടോളി ബിനീഷ്, സ്വീറ്റി ബെന്നി, വാസു വളാഞ്ചേരി, PS ആനന്ദൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, രാജേഷ് ചന്ദ്രൻ, ജോഷി എരണഴുത്ത് എന്നിവർ സംസാരിച്ചു. ഇന്ത്യയൊട്ടാകെ വളരെയധികം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. AICC പ്രത്യേക AICCയുടെ സമ്മേളനം അങ്ങ് കർണാടകയിൽ കൂടുകയുണ്ടായി. AICCയുടെ പ്രവർത്തനങ്ങൾ വിശദമായ രീതിയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ തുടക്കം കുറിച്ചു. അനവധി പ്രവർത്തനങ്ങളിൽ സിമ്പോസിയങ്ങൾ, ചർച്ചകൾ, സഹായ പ്രവർത്തന രംഗത്തെ ഏറ്റവും അനുബന്ധികമായിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിശകലനങ്ങൾ തുടങ്ങി രാഷ്ട്രീയ രംഗത്ത് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചലിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റാൻ മഹാത്മാഗാന്ധിയുടെ വരവോടുകൂടിയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൈ ചൂണ്ടി ഇന്ത്യയിൽ നിന്നും അകറ്റാൻ, ഇവിടുന്ന് കടത്തിവിടാൻ, ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ ഉണ്ടായ സംഭവത്തിൻ്റെ ആരംഭം കുറിക്കുന്ന സമരങ്ങളുണ്ടായത്. ഇന്ത്യയുടെ അനവധി നേതാക്കന്മാർ പല ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിനല്ലേ? ബോർഡ് എക്സാം ഡേറ്റ് ഇങ്ങെടുത്തൂലോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാന്നേ. പിന്നെ എന്തിന് ടെൻഷൻ? പിന്നെ
വെക്കേഷനൊക്കെ അല്ലേ, ഇവിടെ പഠനം മാത്രമല്ല ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ +2 എക്സാമിന്റെ കിക്കിലാണോ? എന്നാൽ അതൊന്നുമല്ല മക്കളെ കാര്യം. നീറ്റ്, JEE, കീം, CUT ഇതൊക്കെ എഴുതി നല്ല വല്ല കോളേജിൽ ചേർന്ന് ലൈഫ് സെറ്റ് ആക്കണോ? ബോർഡ് എക്സാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നേക്ക്. ക്രാഷ് കോഴ്സിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള അക്കാഡമി സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ ചേർന്ന് എൻട്രൻസ് വൈബ് 1 മാസം കൊണ്ട് സെറ്റ് ആക്കാം. നിങ്ങളുടെ ലേണിംഗ് സ്മൂത്ത് ആക്കാൻ പൊളി സാറുമാരും ഡെയിലി എക്സാംസും 1-to-1 മെന്ററിംഗും അടങ്ങിയ ഒരു അഡാർ ഇൻഫ്ര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കൂ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വാർത്തകൾ തുടരുന്നു. KNM വാടനപ്പള്ളി യൂണിറ്റ് സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വാടനപ്പള്ളി സെന്ററിന് വടക്ക് ഭാഗം അറക്കൽ ഗ്രൗണ്ടിലാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ ജൂൺ വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ നടത്താനാണ് ISMന്റെ തീരുമാനം. ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ആസിഫ് ഇസ്ലാഹിയാണ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. ISM ജില്ലാ പ്രസിഡന്റ് സാലിഷ് വാടനപ്പള്ളി, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് AY ഹർഷാദ്, KNM നേതാക്കളായ സലീം AM, സൈനു AA, ബാബ PI, ഫാസിൽ TA, നസീർ AM, നാസിൽ PB, അജിലാൻ നസീർ, ബാസിം, ആദിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരി വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന ശത്രു. എല്ലാ ലഹരികളും പൈശാചികവും മ്ലേച്ഛവുമാണ്. മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും. ലഹരി കൊണ്ട് നാടിനെ നശിപ്പിക്കുന്നവർക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. എൻ്റെ കുടുംബത്തിൽ ആരും ലഹരി ഉപയോഗിക്കുകയോ. ബാലസംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വേനൽ തുമ്പി കലാജാഥയുടെ പരിശീലന ക്യാമ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി യോഗം CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ഏരിയ സെക്രട്ടറി MR മാധവ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ നവമി പ്രസാദ്, BN സുർജിത്ത്, BV പ്രഭാത്, PG സുബിദാസ്, KK ബാബു, KK മനോജ്, MV ഷാജി, ശോഭ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 18 മുതൽ 22 വരെ കാരമുക്ക് ശ്രീരാമം ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സംഘാടക സമിതി ഭാരവാഹികളായി BN സുർജിത്ത്, MV ഷാജി, BV പ്രഭാത് എന്നിവരെ തിരഞ്ഞെടുത്തു. വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനം നടത്തി. പുതിയ 6 മെമ്പർമാരുടെ സ്ഥാനാരോഹണവും ഗവർണർ നടത്തി. നവതി ആഘോഷിക്കുന്ന ചാർട്ടർ മെമ്പർ PK നാണുവിനെയും സ്റ്റേറ്റ് CBSE കബഡി മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ തൃശൂർ ജില്ലാ ടീം അംഗം ലിയോ അമൽകൃഷ്ണയെയും ഗവർണർ ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി KK മദനൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ജെറോം മഞ്ഞില, GLT കോർഡിനേറ്റർ T ശങ്കരനാരായണൻ, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ശ്രീധരൻ നായർ, റീജിയണൽ ചെയർപേഴ്സൺ MC മദനകുമാർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, സോൺ ചെയർപേഴ്സൺ PS ഉണ്ണികൃഷ്ണൻ, ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, ലിയോ പ്രസിഡന്റ് പ്രയാഗ ജയപ്രകാശ്, PB സുനിൽകുമാർ,
CS ദേവരാജ്, ട്രഷറർ KB സലീം, പ്രസിഡന്റ് ലയൻ ജയപ്രകാശ് ചക്കാമഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലയൺസ് ക്ലബ്ബ് തൃപ്പയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്തല്ലൂർ സ്നേഹസ്പർശം പാലിയേറ്റീവ് കേന്ദ്രത്തിലേക്ക് മാസ്കുകളും കയ്യുറകളും വിതരണം ചെയ്തു. പ്രസിഡന്റ് RIM സക്കറിയ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷാജി ചാലിശ്ശേരി, ട്രഷറർ ജോസ് താടിക്കാരൻ എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് കെയർ ഭാരവാഹികളായ ഡോക്ടർ NA മാഹിൻ, KPR സതീശൻ, ശിവശങ്കരൻ നാട്ടിക എന്നിവർ ഇവ ഏറ്റുവാങ്ങി. പ്രോഗ്രാം കോർഡിനേറ്റർ സൂരജ് വേളയിൽ, സീമ സക്കറിയ, EP തോമസ് എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാർ NES കോളേജ് മുൻ പ്രിൻസിപ്പാൾ ചന്ദ്രിക ടീച്ചറുടെ 10ാം വാർഷിക ഓർമ്മദിനം ആചരിച്ചു. നിർധനർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചന്ദ്രിക ടീച്ചർ നമുക്കറിയാം, വലപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രധാന അധ്യാപികയായും പിന്നീട് ഹയർ സെക്കൻഡറി വന്നപ്പോൾ അവിടെ പ്രിൻസിപ്പളായും വിശിഷ്ട സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. അധ്യാപിക എന്നതിനപ്പുറം സഹജീവികളോട് വലിയ സ്നേഹവും ഇഷ്ടവും എന്നും കാത്തു സൂക്ഷിച്ചിട്ടുള്ള ആളാണ് ചന്ദ്രിക ടീച്ചർ. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങളെ കാണാനും വിലയിരുത്താനും അതിൽ തൻ്റെ പങ്ക് ഭംഗിയായി നിർവഹിക്കാനും എന്നും ചന്ദ്രിക ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ട്. NES ചെയർമാൻ ശിവൻ കണ്ണൂളി ആദ്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നിർവഹിച്ചു. ചടങ്ങിന് NES വൈസ് പ്രസിഡന്റ് BD സന്ദീപ്, പ്രിൻസിപ്പാൾ NC അനീജ, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ MB ലതിമോൾ, ശശിധരൻ, അങ്കിത, TS വത്സൻ, ഉഷ സുധീർ എന്നിവർ പങ്കെടുത്തു. ഇന്ന് ആ ദിവസമാണ് ഓർമ്മദിനം. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് എല്ലാ കൊല്ലവും പതിവുള്ളതാണ്, കുറച്ച് ഈ അന്നദാനത്തിൻ്റെ ഭാഗമായുള്ള ഒരു 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 പരിപാടിയാണ് ഇപ്പോഴും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ തോതിൽ അതിന് എനിക്ക് ബന്ധപ്പെട്ട ഇവിടുത്തെ ചുറ്റുപാടിലുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ വിളിച്ചു വരുത്തി നമുക്ക് ഒരുമിച്ച് ഈ ചടങ്ങൊന്ന് ഭംഗിയാക്കി അവസാനിപ്പിക്കണം. അതിനുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. എടമുട്ടം തണ്ണീർക്കോട്ടത്ത് കാരിയിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. നാരായണീയ പാരായണം, സ്വാമി പൂജ, ചിന്തുപാട്ട്, വിവിധ ഗ്രൂപ്പുകളുടെ തിരുവാതിരക്കളികൾ, കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ, കൃഷ്ണകുചേല സംഗമം, തൃശൂർ സകല അവതരിപ്പിച്ച ദൃശ്യഗാനധാര എന്നിവ ഉണ്ടായിരുന്നു. ഉത്സവ ദിവസം രാവിലെ 6:30 ഗണപതി ഹോമം, ഉഷപൂജ, ശീവേലി എഴുന്നള്ളിപ്പ്, മാടക്കാവിൽ പറവെപ്പ്, കലശാഭിഷേകം, ഉച്ചപൂജ, ക്ഷേത്രനടയിൽ പകൽപൂരം, വൈകിട്ട് 6:30 ദീപാരാധന, വർണ്ണമഴ, അത്താഴപൂജ, രാത്രി 8 തായമ്പക, ഗുരുതി തർപ്പണം, മംഗളപൂജ എന്നിവയോടെ ഉത്സവത്തിന് സമാപനമായി. അന്നദാനവും ഉണ്ടായിരുന്നു. കമ്മിറ്റി അംഗങ്ങളായ പ്രസിഡന്റ് KR ബാബു, സെക്രട്ടറി രാധാകൃഷ്ണൻ കാരയിൽ, ട്രഷറർ ജയശങ്കർ വള്ളുള്ളിശ്ശേരി, വിദ്യാസാഗരൻ കാരയിൽ, വൈസ് പ്രസിഡന്റ് ജിനേഷ് കാരയിൽ എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. അറിഞ്ഞില്ലേ, ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614.
Manappuram Geeta Ravi Public School. The joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പെരിഞ്ഞനം മാറം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന KBGG, K സുമ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് ചടങ്ങ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. പ്രധാനാധ്യാപിക B ബീബ, സ്കൂൾ മാനേജർ ഫാത്തിമ മോഹൻ, PTA പ്രസിഡന്റ് MG ജയശ്രീ, വൈസ് പ്രസിഡന്റ് KK നാസർ, മുൻ പ്രധാനാധ്യാപകൻ TK ഉണ്ണികൃഷ്ണൻ, HSS വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് AD ദിദി എന്നിവർ സംസാരിച്ചു. അകാലത്തിൽ പൊലിഞ്ഞ VHSE വിഭാഗം അധ്യാപകൻ ഷാനു, വിദ്യാർത്ഥിയായിരുന്ന അഫ്നാൻ റോഷൻ എന്നിവരുടെ അനുസ്മരണവും ചടങ്ങിൽ നടന്നു. നമ്മുടെ സിലബസിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കുട്ടികളെ കൊണ്ടുവരണം. നമ്മുടെ അധ്യാപകർക്കുള്ള പ്രശ്നങ്ങളുള്ളവരാണ് പോർഷൻ അല്ലേ, അത് നമ്മളെ സംബന്ധിച്ച് പ്രധാനമാണ്. ആ പോർഷനും മറ്റു വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ അതിന് അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത പ്രഖ്യാപനം അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. 52 അയൽക്കൂട്ടങ്ങൾ, 64 സ്ഥാപനങ്ങൾ, 22 വിദ്യാലയങ്ങൾ, 2 കലാലയങ്ങൾ, 2 പൊതുസ്ഥലങ്ങൾ എന്നിവ സർക്കാരിൻ്റെ 13 മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് മാലിന്യമുക്ത പദവി കൈവരിച്ചത്. മികച്ച ഹരിത സ്ഥാപനം, ഹരിത കലാലയം, ഹരിത വിദ്യാലയം, മികച്ച പൊതു ഇടം, മികച്ച അയൽക്കൂട്ടം, വ്യാപാര സംഘടനകൾക്കുള്ള പ്രശസ്തിപത്രം, സ്തുത്യർഹമായ സേവനം നടത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള പ്രശസ്തിപത്രം എന്നിവ മന്ത്രി വിതരണം ചെയ്തു. എസംപുരം മാർക്കറ്റിൽ നിന്നും ആരംഭിച്ച മാലിന്യമുക്ത സന്ദേശ ജാഥയ്ക്ക് മന്ത്രി നേതൃത്വം നൽകി. സെക്രട്ടറി രഖന P ആനന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി, പ്രസിഡന്റ് MS മോഹനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്,
CC ജയ, PN ഔഷാദ്, ഹരിത കേരളം മിഷൻ കോർഡിനേറ്റർ വിനീത്, അസിസ്റ്റന്റ് ജൂനിയർ സൂപ്രണ്ട് PS രതീഷ്, MES കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ്, KK അബീദലി, PK രാജീവ്, AK ദാസൻ, വാർഡ് മെമ്പർമാരായ TS ശീതൽ, രമ്യ, ഇബ്രാഹിംകുട്ടി, സെറീന, KR രാജേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ സഫീക, നീതു, ശ്യാംലി, അംഗൻവാടി ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മാലിന്യമുക്ത സന്ദേശങ്ങൾ അടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കിഴപ്പുള്ളിക്കര പണിക്കെട്ടി ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടിയും മേൽശാന്തി അനീഷും കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചവിംശതി കലശാഭിഷേകം, പന്തിരടി പൂജ, ശ്രീബലി എഴുന്നള്ളിപ്പ്, മധ്യാഹ്നപൂജ, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. പകൽപ്പൂരത്തിന് ശേഷം വൈകിട്ട് ദീപാരാധന, മഹാനിവേദ്യ സമർപ്പണം, വർണ്ണമഴ, ദേവാനന്ദ മേളങ്ങൾ, തായമ്പക, തോറ്റംപാട്ട്, വിളക്കെഴുന്നള്ളിപ്പ്, മഹാഗുരുതി തർപ്പണം, മംഗളപൂജ എന്നിവയും നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ഷൈൻ PS, ഷിജു PB, PL ലജീഷ്, PR കൃഷ്ണരാജ് എന്നിവർ നേതൃത്വം നൽകി. വാടനപ്പള്ളി കിഴക്കൻ 4-ാം മേടം ശ്രീ ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ മഠപ്പതിക്കാവ് ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ നട തുറക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചഗവ്യം, കലശാഭിഷേകം, അഷ്ടനാഗക്കളം, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ എന്നിവ നടത്തി. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, അഭിഷേകം, മലർ നിവേദ്യം, ഉഷപൂജ, ഉച്ചപൂജ, മുത്തപ്പന് കളം, അന്നദാനം, തുടർന്ന് വിഷ്ണുമായയ്ക്ക് കളം എന്നിവയും നടന്നു. വൈകിട്ട് കിഴക്കൻ പരമേശ്വരന്റെ വസതിയിൽ നിന്നും താലം വരവ്, ദീപാരാധനയ്ക്ക് ശേഷം പന്തിരാഴി പൂജ, ദേവിക്ക് കളം, മേളം, തുടർന്ന് ഗുരുതി തർപ്പണം, മംഗളപൂജ എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ബിന്ദു ചന്ദ്രൻ, ട്രഷറർ പരമേശ്വരൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടത്തി. കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MS നിഖിൽ, വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ സജീഷ് സത്യൻ, അനിൽകുമാർ, VV ജയൻ, ഷൈജ ഷാനവാസ്, സിനിത വത്സൻ, ഹേന രമേശ്, ഷിനി സതീഷ്, AV ഗിരിജ, ഫാത്തിമ അഷറഫ്, കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ്, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ് എന്നിവർ സംസാരിച്ചു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ സ്കൂൾ ജീവനക്കാരിയായ ദമയന്തിക്കായി ഒരുക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലേക്ക്.
അവധിക്കാലത്തും വീടിന് പെയിന്റ് അടിക്കാൻ കുട്ടികളെത്തി. ജന്ന ഫാത്തിമ, ഫാത്തിമ നസ്രി, അതുൽ കൃഷ്ണ, ആർദ്ര സുഗുണൻ, പ്രദീപ്, കല്യാണി അനിൽ, അവന്തിക രാജേഷ്, ആര്യലക്ഷ്മി, ഷഹനാസ്, നന്ദന, അനശ്വര, സംഗമിത്ര, നിഹാൽ ദേവപ്രയാഗ്, അദ്വൈത്, അമൃതജ്, എഞ്ചിനീയർ സുധീർ, NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ്, സഹ കോർഡിനേറ്റർ ഷൈജ എന്നിവരാണ് വീടിന്റെ പെയിന്റിങ്ങിന് നേതൃത്വം നൽകിയത്. വിവിധ ചലഞ്ചുകളിലൂടെ സമാഹരിച്ച 8 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചത്. ഈ മാസം 12-ന് നടക്കുന്ന വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നാട്ടികയിലെ പ്രമുഖരും പങ്കെടുക്കും. അപകടത്തിൽപ്പെട്ട് നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ പുറകിൽ മറ്റൊരു വാഹനമിടിച്ച് അപകടം. വാടനപ്പള്ളി ഏഴാങ്കല്ല് KSEB ഓഫീസിന് മുൻവശം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പുറകിൽ ജീപ്പ് വന്നിടിച്ചാണ് അപകടമുണ്ടായത്. ജീപ്പിൽ സഞ്ചരിച്ചിരുന്ന കൊടുങ്ങല്ലൂർ കാര സ്വദേശികളായ വളവത്ത് വീട്ടിൽ പ്രസാദ്, ജിഷ, യദുകൃഷ്ണ, ശാരദ എന്നിവർക്കാണ് പരിക്കേറ്റത്. വാടനപ്പള്ളി എക്സ് പ്രവർത്തകർ പരിക്കേറ്റവരെ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളിക്കുളത്ത് വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 63 വയസ്സുള്ള തളിക്കുളം പണിക്ക വീട്ടിൽ സഹീറിനെയാണ് ചൊവ്വാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തളിക്കുളം സെന്ററിന് തെക്ക് ഭാഗത്തുള്ള ആളൊഴിഞ്ഞ വീടിന്റെ പുറകുവശത്തെ വരാന്തയിലാണ് മൃതദേഹം കണ്ടത്. അവിവാഹിതനാണ്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കാഞ്ഞാണി കൃഷ്ണ DTP സെന്റർ ഉടമ വടശ്ശേരി ചന്ദ്രന്റെ മകൻ ബിജു നിര്യാതനായി. 49 വയസ്സായിരുന്നു. സിജിയാണ് ഭാര്യ. ധനഞ്ജയ്, വിശ്വനാഥൻ എന്നിവരാണ് മക്കൾ. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി MLAയും ജില്ലാ കളക്ടറും കയ്പമംഗലം SM പുരം പഞ്ചായത്തുകൾ സന്ദർശിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടത്തി. നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ സ്കൂൾ ജീവനക്കാരിയായ ദമയന്തിക്കായുള്ള വീട് നിർമ്മാണം അവസാനഘട്ടത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.